ബംഗ്ലാദേശിൽ അജ്ഞാത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവ വിദ്യാർത്ഥി നേതാവായ ഉസ്മാൻ ഹാദിയെ വധിച്ചവർ എന്ന് സംശയിക്കുന്ന 2 മുഖ്യപ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവർ മേഘാലയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് സൂചന. എന്നാൽ ഇവരെ ഇന്ത്യയിലേക്ക് കടക്കാൻ സഹായിച്ചവരെന്ന് കരുതുന്നവരെ ഇന്ത്യൻ അധികൃതർ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള അനൌദ്യോഗിക വിവരങ്ങൾ ലഭിച്ചതായിട്ടും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് അജ്ഞാത ആക്രമണമാണെന്നുള്ള നിഗമനത്തിലായിരുന്നു പോലീസ്. അതേപോലെ തന്നെ മുഖ്യപ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ ഇന്ത്യയിലേക്ക് കടന്നതായിട്ട് ധക്ക മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. കൊലപാതകത്തിന് ശേഷം മേഘാലയ അതിർത്തിയിലൂടെയാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാദിയെ കൊലപ്പെടുത്തിയതായി തന്നെ സംശയിക്കുന്ന ഫൈസൽ കരീം മസൂദ് ആകട്ടെ, അതോടൊപ്പം തന്നെ ആലിംഗർ ഷെയ്ഖ് എന്നിവർ പ്രാദേശിക സഹായത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് ഗുവാഹട്ട് അതിർത്തിയിലേക്കുള്ള ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതായി തന്നെ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അതിർത്തി കടന്ന് ഇവരെ പുർത്തി എന്നു പേരുള്ള ആളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നാലെ തന്നെ സ്വാമി എന്നു പേരുള്ള ടാക്സി ഡ്രൈവർ ഇവരെ മേഘാലയയിലെ ടൂറ സിറ്റിയിലേക്ക് കൊണ്ടുപോയതായും വ്യക്തമാക്കുന്നു. ഫൈസലിനെയും അതുപോലെ തന്നെ ആലങ്കറിനെയും സഹായിച്ചവരെ ഇന്ത്യൻ അധികൃതർ കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഫൈസലിനെയും ആലങ്കറിനെയും അറസ്റ്റ് ചെയ്യുവാനും ശേഷം കൈമാറുന്നതിനായി തന്നെ ഇന്ത്യൻ അധികൃതരുമായി തന്നെ ഔദ്യോഗികമായുള്ള മാത്രമല്ല അനൌദ്യോഗികമായും ആശയവിനിമയങ്ങൾ നടത്തി വരികയാണ് എന്നതാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കാൻ കാരണമായ 2024 പ്രക്ഷോഭത്തിന്റെ പ്രധാന മുഖമായിരുന്ന വ്യക്തിയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. കടുത്ത ഇന്ത്യ വിമർശകനായിരുന്ന ഇയാളാകട്ടെ അവാമി ലീഗിന് നേർക്കും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഡിസംബർ 12 തീയതിയാണ് ഉസ്മാൻ ഹാദിയയ്ക്ക് തലയിൽ വെടിയേൽക്കുന്നത്. മുഖം മറച്ച അജ്ഞാതനായിരുന്നു അദ്ദേഹത്തിന് നേർക്ക് വെടിയുതിർത്തതും. അതേപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ ഹാദിയെ സിംഗപ്പൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ പോലും 6 ദിവസത്തിന് ശേഷം അവിടെ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.